PV Anwarne പൂർണ്ണമായി തള്ളി LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇന്നലെ നടത്തിയ കടന്നാക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത്. മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് സർക്കാരിനെയും മുന്നണിയെയും തകർക്കാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബാലൻ വൈദ്യർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുന്നണിയുടെയും സർക്കാരിന്റെയും തലവനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ നേതൃത്വത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. പിണറായിയെ നേരത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് കൂടുതൽ തിളക്കത്തോടെ അദ്ദേഹം പുറത്തു വന്നു. പാർട്ടിക്ക് വേണ്ടി പറയാൻ എന്ത് പ്രാതിനിധ്യമാണ് അൻവറിനുള്ളത്? അൻവറിന്റെ അഭിപ്രായം CPM-ന്റെയോ LDF-ന്റെയോ അഭിപ്രായമല്ലെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. പാർട്ടിക്ക് വേണ്ടി പറയാനും പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പറയാനും അവരുടെ എന്ത് പ്രാതിനിധ്യമാണ് അൻവറിനുള്ളത്? അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിച്ച് വലിയ പ്രചാരവേല ഈ കാര്യത്തിൽ കിട്ടും എന്ന് മനസ്സിലാക്കി പാർട്ടി അണികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം അതൊരിക്കലും പാർട്ടി അണികളും പാർട്ടി ബന്ധുക്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരും ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. അൻവറിനെ ഇടതുമുന്നണിയുടെ ഭാഗമായി നിർത്താനാണ് കഴിഞ്ഞ ദിവസം വരെ ശ്രമിച്ചത്. എന്നാൽ ഇന്നലെ നടത്തിയ കടന്നാക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. സർക്കാരിനെ തകർക്കാൻ ചില നിഗൂഢ ശക്തികൾ ശ്രമിക്കുന്നു. അവരുടെ ആയുധമായി അൻവർ മാറി. മുഖ്യമന്ത്രിയെ ഇങ്ങനെ കടന്നാക്രമണം നടത്തി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഇങ്ങനെ ഒറ്റപിടിച്ച് ആക്രമിച്ച് തകർക്കുക എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ആരും അംഗീകരിക്കില്ല. അദ്ദേഹത്തിന്റെ നിലപാട് ജനങ്ങൾ തള്ളിക്കളയുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്.